ലൈവ് അറ്റ് 6 ആരംഭിക്കുകയാണ്. തലക്കെട്ടുകൾ. ലോകം ഞെട്ടി ഈ ദൃശ്യത്തിൽ. ഒന്നിച്ചു മുന്നേറാൻ ഇന്ത്യയും റഷ്യയും ചൈനയും. പഹൽഗാം ഭീകരാക്രമണത്തെ ഷാങ്ഹായിൽ ഉയർത്തി ഇന്ത്യ. ശക്തമായി അപലപിച്ച് SCO അംഗരാജ്യങ്ങൾ. റഷ്യൻ എണ്ണ ഇറക്കുമതി തുടരുമെന്ന് മോദി. BJPക്കെതിരെ വരാൻ പോകുന്നത് ഹൈഡ്രജൻ ബോംബെന്ന് രാഹുൽ ഗാന്ധി. മോദിക്ക് മുഖം പുറത്തു കാണിക്കാനാവില്ലെന്നും പ്രതിപക്ഷ നേതാവ്. 16 ദിവസം നീണ്ട വോട്ടറാധികാർ യാത്രയ്ക്ക് സമാപനം. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഹായിക്കുമെന്ന പ്രതീക്ഷയിൽ ഇന്ത്യ സഖ്യം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കുരുക്കുമുറുക്കാൻ അന്വേഷണ സംഘം. പരാതി ഉന്നയിച്ച യുവതിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചോ എന്നതിൽ അന്വേഷണം മാധ്യമപ്രവർത്തകരിലേക്കും. രാഹുൽ വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ ആശയക്കുഴപ്പം. ശബരിമല യുവതീ പ്രവേശന നിലപാടിൽ നിന്ന് ദേവസ്വം ബോർഡ് പിന്നോട്ടോ? സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം തിരുത്താൻ ആലോചന. ആഗോള അയ്യപ്പ സംഗമം സാമുദായിക നേതാക്കളുമായി ചർച്ച നടത്തുമെന്ന് PS പ്രശാന്ത്. സംഗമത്തിൽ രാഷ്ട്രീയം കലർത്താനില്ലെന്നും ദേവസ്വം പ്രസിഡന്റ്. വൻ ഭൂചലനത്തിൽ വിറങ്ങലിച്ച അഫ്ഗാനിസ്ഥാൻ. മരണസംഖ്യ 800 കടന്നു. 2500-ലേറെ പേർക്ക് പരിക്ക്. രക്ഷാപ്രവർത്തനം തുടരുന്നു. സഹായഹസ്തവുമായി ഇന്ത്യ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. പുതിയ ലോക സമവാക്യങ്ങൾക്ക് വേദിയായി ഷാങ്ഹായ് ഉച്ചകോടി. മോദി ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ് എന്നിവർ ചർച്ച നടത്തി. അതേസമയം പഹൽഗാം പരാമർശിച്ച പ്രധാനമന്ത്രി ഭീകരവാദത്തെ നേരിടുന്നതിൽ ഇരട്ടത്താവ് പാടില്ലെന്ന് പ്രതികരിച്ചു. पहलगाम में टेररिज्म का बहुत ही घिनौना रूप देखा। इस दुख की घड़ी में जो मित्र देश हमारे साथ खड़े रहे, मैं उनका आभार व्यक्त करता हूं। यह हमला केवल भारत की अंतरात्मा पर भी आघात नहीं, यह मानवता में विश्वास रखने वाले हर देश, हर व्यक्ति को खुली चुनौती थी। ऐसे में प्रश्न उठना स्वाभाविक है, क्या कुछ देशों द्वारा आतंकवाद का खुलेआम समर्थन हमें स्वीकार्य हो सकता है? एक्सेलेंसी, हमें स्पष्ट रूप से और एक स्वर में कहना होगा कि आतंकवाद पर कोई भी डबल स्टैंडर्ड स्वीकार्य नहीं होंगे। हमें मिलकर आतंकवाद का हर रंग में, हर रूप में विरोध करना होगा। ये मानवता के प्रति हमारा दायित्व है. മനു ഭരത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. മനു, ഇതിപ്പോൾ ലോകത്ത് ഉണ്ടാകാൻ പോകുന്ന പുതിയ ഒരു ഐക്യം, ഒരു സഖ്യം, അതിൻ്റെ സൂചനകൾ തന്നെയാണ് എന്ന് മനസ്സിലാക്കാം. അമേരിക്ക തങ്ങളുടെ ശത്രുപക്ഷത്ത് നിർത്തിയിട്ടുള്ള 3 രാജ്യങ്ങൾ, റഷ്യ, ഒപ്പം ചൈന, ഇപ്പോൾ നമ്മളെയും തീരുവ കൊണ്ട് മുറുക്കിയ അമേരിക്ക, അവർക്കുള്ള തക്ക തിരിച്ചടിയായി ഇതൊരു വലിയ ശാക്തിക ചേരിയായി വളരുകയാണോ? കഴിഞ്ഞ 4 ദിവസം വ്യക്തമായത് മോദി നയതന്ത്രത്തിൻ്റെ സമ്പൂർണ്ണ വിജയമാണ്. ആദ്യത്തെ 2 ദിവസം അത് ജപ്പാനിലാണ് പ്രകടമായതെങ്കിൽ പിന്നീട് അത് കൂടുതൽ വിപുലമായ ഒരു പ്രതലത്തിലാണ് പ്രകടമായത്. ഈ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷനിൽ പ്രധാനമന്ത്രി 2 രാജ്യങ്ങളെ ഒരേ സമയം പാഠം പഠിപ്പിക്കുകയായിരുന്നു. ഒന്ന്, അമേരിക്കയുടെ താരിഫ് നയ പ്രഖ്യാപനത്തിനെതിരെയുള്ള കനത്ത മറുപടി നമുക്കവിടെ കാണാൻ കഴിഞ്ഞു. മറ്റൊന്ന് പാകിസ്ഥാനെതിരെയാണ്. പെഹൽഗാം തീവ്രവാദ ആക്രമണത്തെ ശക്തമായി ഈ വേദിയിൽ ഉയർത്താൻ പ്രധാനമന്ത്രി കഴിഞ്ഞു. ഒപ്പം തന്നെ ഈ ഇരട്ടത്താപ്പ്, ഒരേ സമയം തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയും പിന്നീട് അത് അല്ല എന്ന നിലയിൽ ഇരകളാണ് എന്ന അർത്ഥത്തിൽ പ്രതിഫലിക്കുകയും ചെയ്യുന്ന ആ ഇരട്ടത്താപ്പിനെ ശക്തമായി പ്രധാനമന്ത്രിക്ക് അവിടെ എതിർക്കാൻ കഴിഞ്ഞു. അത് ലോകത്തിന് മുന്നിൽ വയ്ക്കാൻ കഴിഞ്ഞു. മാത്രവുമല്ല, റഷ്യ, ചൈന പോലുള്ള വൻ ശക്തികളുടെ പിന്തുണ ഈ വിഷയത്തിൽ ഉറപ്പാക്കാനും കഴിഞ്ഞു. അപ്പോൾ അമേരിക്കക്കെതിരെ ഒരു സാമ്പത്തികമായ ഒരു നീക്കം പ്രധാനമന്ത്രി നടത്തുമ്പോൾ ഇവിടെ സുരക്ഷാ വിഷയത്തിൽ പാകിസ്ഥാനെതിരെ മറ്റൊരു നീക്കം, അങ്ങനെ ഒരു ഫോർക്കിംഗ് മെത്തേഡ് ആണ് ഈ ഇന്റർനാഷണൽ ഡിപ്ലോമസിയിൽ
നമുക്ക് കാണാൻ കഴിഞ്ഞത്. റഷ്യയുമായുള്ള സൗഹാർദ്ദം തുടരും എന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നു. ഇതിൽ പ്രധാനമന്ത്രി SCO എന്ന ഈ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയെ മറ്റൊരു നാമം നൽകിയാണ് വിളിക്കുന്നത്. ഇതിൽ എസ് എന്നത് സെക്യൂരിറ്റിക്ക് വേണ്ടി നിൽക്കണം, C ഫോർ കണക്ടിവിറ്റി, O ഫോർ ഓപ്പർച്യൂണിറ്റി എന്ന് പ്രധാനമന്ത്രി പറയുമ്പോൾ അതിൽ മർമ്മപ്രധാനമായി വരുന്നത് സുരക്ഷയാണ്. അത് പാകിസ്ഥാന് നേരെ പ്രധാനമന്ത്രിയുടെ ശക്തമായ വിമർശനമാണ്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഈ അമേരിക്കൻ താരിഫ് ഭീതിയെയും അല്ലെങ്കിൽ ഭീഷണിയെയും ഒപ്പം തന്നെ പാകിസ്ഥാൻ ഉയർത്തുന്ന തീവ്രവാദ ഭീഷണിയെയും താരിഫ് ഭീഷണിയെയും തീവ്രവാദ ഭീഷണിയെയും ഒരേ സമയത്ത് ആക്രമിച്ചുകൊണ്ടുള്ള ഒരു അന്താരാഷ്ട്ര നയതന്ത്രമാണ് പ്രധാനമന്ത്രി ഇന്ന് പ്രകടമാക്കിയത്. അത് ഇന്ത്യക്ക് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ വലിയ മേൽക്കൈ നൽകും അന്താരാഷ്ട്ര സമൂഹങ്ങൾക്കിടയിൽ എന്ന കാര്യത്തിൽ തർക്കമില്ല. അതാണ് സാഹചര്യം. ഏതായാലും ലോകമുറ്റുനോക്കിയ ഒരു കൂടിക്കാഴ്ച പുരോഗമിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് മനു ഭരത് നൽകിയത്. കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കടന്നാക്രമിച്ച് വോട്ടർ അധികാർ യാത്രയുടെ സമാപന ദിവസത്തിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി താൻ പുറത്തുവിട്ട വോട്ട് മോഷണ ആരോപണത്തിന് പിന്നാലെ കൂടുതൽ ഗുരുതരമായ തെളിവുകൾ പുറത്തുവരാൻ പോകുന്നു എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. BJP ഇപ്പോൾ കണ്ടത് ആറ്റം ബോംബാണ്, ഇനി ഇതിലും പ്രഹരശേഷിയുള്ള ഹൈഡ്രജൻ ബോംബ് കാണുമെന്നാണ് മുന്നറിയിപ്പ്. അതിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രാജ്യത്തിന് മുന്നിൽ മുഖം കാണിക്കാൻ കഴിയില്ലെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു. BJP के लोग अच्छी तरह सुन लीजिए भैया, एटम बम का नाम सुना आपने? सुना है एटम बम का नाम? उससे बड़ा क्या होता है? उससे बड़ा क्या होता है? एटम बम से बड़ा हाइड्रोजन बम होता है नहीं होता है? माधवपुरा में हमने एटम बम दिखाया था. बीजेपी के लोगों तैयार हो जाओ, हाइड्रोजन बम आ रहा है, हाइड्रोजन बम आ रहा है, तैयार हो जाइए. आपकी जो सच्चाई है, वोट चोरी की सच्चाई है, वो पूरे देश को पता लगने जा रही है. ബീഹാറിൽ രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാർ യാത്രയുടെ സമാപനം തടസ്സപ്പെടുത്തി പോലീസ്. നിയന്ത്രിത മേഖലയെന്ന് ചൂണ്ടിക്കാട്ടി പട്ന ഡാക് ബംഗ്ലാവ് ക്രോസിംഗിൽ വെച്ചാണ് യാത്ര തടഞ്ഞത്. അജയ് സുധാ ബിജു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. അജയ്, ഇപ്പോൾ വലിയ ശക്തമായ ഒരു തിരിച്ചുവരവിന് ഇന്ത്യയിൽ ശ്രമിക്കുന്നു, ഒപ്പം ബീഹാറിൽ ശ്രമിക്കുന്ന ഒരു സഖ്യം രാഹുൽ മുന്നിൽ നിന്ന് നയിക്കുകയാണ്. എങ്ങനെ വിലയിരുത്തണം ഈ വോട്ടർ അധികാർ യാത്രയെ, അതിൻ്റെ ഒരു വിജയത്തെ? ശരിക്കും ബീഹാറിൽ നടന്ന ഇന്ത്യ സഖ്യത്തിൻ്റെ വോട്ടർ അധികാർ യാത്ര അത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അവരുടെ ഒരു വലിയ ശക്തി പ്രകടനം തന്നെയായി മാറി എന്ന് അക്ഷരാർത്ഥത്തിൽ പറയാൻ സാധിക്കും. ഇന്ന് 16 ദിവസം നീണ്ടുനിന്ന വോട്ടർ അധികാർ യാത്രയുടെ സമാപനമാണ് ഇന്ന് നടന്നത്. ആയിരക്കണക്കിന് ആളുകളാണ് ഈ സമാപനത്തിനായി ഒഴുകിയെത്തിയത്. ഇത് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മാത്രമല്ല ഈ വോട്ടർ അധികാർ യാത്രയുടെ സമാപന ചടങ്ങിലുണ്ടായിരുന്നത്. ഇത് ബീഹാറിൻ്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള തേജസ്വി യാദവ്, അതുപോലെ തന്നെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, പിന്നെ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായിട്ടുള്ള ഹേമന്ത് സോറൻ പങ്കെടുത്തു. അതുപോലെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് യൂസഫ് പഠാൻ തുടങ്ങിയിട്ടുള്ള പ്രമുഖ നേതാക്കൾ എല്ലാവരും ഈ മാർച്ചിൽ അണിനിരന്നിട്ടുണ്ട്. ഈ മാർച്ചിൽ വെച്ചാണ് ഇനി കൂടുതൽ വിവരങ്ങൾ ഈ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെതിരെ കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താനുണ്ട് എന്നുള്ളതിൻ്റെ സൂചന രാഹുൽ ഗാന്ധി നൽകുന്നത്. ഇതിനു മുൻപ് കഴിഞ്ഞ ഓഗസ്റ്റിൽ വെളിപ്പെടുത്തിയിട്ടുള്ള ഈ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണങ്ങൾ അത് രാജ്യത്ത് തന്നെ വലിയ തരത്തിലുള്ള ഒരു തരംഗം സൃഷ്ടിച്ചിരുന്നു, ഒരുപാട് ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. അതിനുശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷന് തന്നെ നേരിട്ട് ഇതിൻ്റെ വിശദീകരണം നൽകേണ്ട അവസ്ഥ വരെയുണ്ടായി. അപ്പോൾ ഇനി ഇതിലും കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ട് എന്നുള്ള ഒരു സന്ദേശം തന്നെയാണ് രാഹുൽ നൽകുന്നത്. ഇന്ന് സമാപന സമ്മേളനത്തിൽ അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് BJP ആറ്റം ബോംബിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ആ ആറ്റം ബോംബാണ് ഞങ്ങൾ ഇതിനു മുൻപ് പൊട്ടിച്ചത്, അതിൽ നിങ്ങളുടെ കള്ളത്തരങ്ങളെല്ലാം പൊളിഞ്ഞു, ഇനി വരാനിരിക്കുന്നത് ഹൈഡ്രജൻ ബോംബാണ്. ഹൈഡ്രജൻ ബോംബ് ഞങ്ങൾ പൊട്ടിക്കുന്നതോടുകൂടി ഈ വോട്ട് ചോരിയുടെ വ്യാപ്തി അതെത്രമാത്രമാണെന്ന് ജനങ്ങൾ തിരിച്ചറിയും. അതിനുശേഷം പ്രധാനമന്ത്രിക്ക് രാജ്യത്തെ അഭിമുഖീകരിക്കാൻ കഴിയില്ല എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. വോട്ട് ചോരിയിലൂടെ സാധാരണക്കാരുടെ വോട്ടധികാരം മാത്രമല്ല, അവരുടെ വിദ്യാഭ്യാസം, തൊഴിൽ, സാമ്പത്തികം തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും മോഷ്ടിക്കപ്പെടുന്നു. ജനങ്ങളുടെ സമ്പത്തും റേഷൻ കാർഡും ഭൂമിയും എല്ലാം പണയം വെച്ച് വൻകിട മുതലാളിമാർക്ക് കൈമാറുകയാണ് മോദി സർക്കാർ ചെയ്യുന്നത്
നടത്തുന്നത് എന്നും രാഹുൽ ഗാന്ധി ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ അതുപോലെ തന്നെ തേജസ്വി യാദവ് പറഞ്ഞ മറ്റൊരു കാര്യം, ബീഹാറിൽ വ്യാപകമായി ആളുകളുടെ വോട്ട് നിഷേധിക്കുകയും അതുപോലെ തന്നെ ഈ നിയമവിരുദ്ധമായി ഒരുപാട് പേരെ അതിൽ കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നു. ഇതിനെതിരെ ജനങ്ങളുടെ ശബ്ദമുയരണം. അതുപോലെ രാഹുൽ ഗാന്ധി പറഞ്ഞ മറ്റൊരു കാര്യം, വോട്ട് കള്ള സിംഹാസനം ഒഴിയൂ എന്നാണ് മോദിയെ പറ്റി ബീഹാറിലെ ജനങ്ങൾ, ബീഹാറിലെ യുവാക്കൾ ഇപ്പോൾ പറയുന്നത്. ഇത് ചൈനയിൽ വരെ ഇത് മുഴങ്ങി കേൾക്കുന്നുണ്ട് എന്ന് അദ്ദേഹം തമാശ രൂപേണ പറയുകയുണ്ടായിരുന്നു. ഈ ഒരു മാർച്ചിൽ അവസാനം ഒരു ചെറിയ കല്ലുകടിയായത് ഈ മാർച്ചിൻ്റെ യാത്ര അത് പോലീസ് ഇടയ്ക്ക് തടഞ്ഞിരുന്നു. പട്ന ഡാക് ബംഗ്ലാവിൻ്റെ പരിധിയിൽ വെച്ചാണ് പോലീസ് ഈ മാർച്ച് തടഞ്ഞത്. ഈ ഡാക് ബംഗ്ലാവ് ക്രോസ് ചെയ്ത് പോവാൻ ഇന്ത്യ സഖ്യത്തെ അനുവദിച്ചില്ല. എന്നാൽ ഇന്ത്യ സഖ്യ നേതാക്കൾക്ക് ഇവിടെ നിന്നുകൊണ്ട് ജനങ്ങളെ അഭിസംബോധന ചെയ്യാൻ പോലീസ് അനുവദിച്ചിരുന്നു. ഇവിടെ നിന്നുകൊണ്ടാണ് പിന്നെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ ജനങ്ങളെ അഭിസംബോധന ചെയ്തത്. ഇത് കടക്കാൻ പോലീസ് അനുവദിച്ചില്ല. പോലീസ് നിയന്ത്രണ മേഖലയാണ് എന്നാണ് പറഞ്ഞത്. ഗാന്ധി സേ അംബേദ്കർ മാർച്ച് എന്ന പേരിലാണ് ഇന്നത്തെ സമാപന ഈ ഒരു മാർച്ച് ഇന്ത്യ സഖ്യം സംഘടിപ്പിച്ചത്. എന്തായാലും മാർച്ച് പരിപൂർണ വിജയമായി ആയിരക്കണക്കിന് ആളുകളാണ് ഈ മാർച്ചിൽ പങ്കാളികളായത്. ശരി, അജയ് സുധാ ബിജുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ അന്വേഷണം മാധ്യമപ്രവർത്തകരിലേക്കും ഗർഭചിത്രം നടത്തിയ യുവതിയെ രാഹുലിനായി സ്വാധീനിക്കാൻ ശ്രമം നടന്നിട്ടുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത്. 3 വനിതാ മാധ്യമപ്രവർത്തകരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. ഡാൻ കുര്യൻ ചേർന്നു. ഡാൻ, നേരത്തെ ഒരു വനിതാ മാധ്യമപ്രവർത്തകയൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് താൻ പെൺകുട്ടിയെ കണ്ടു എന്നൊക്കെയുള്ള പോസ്റ്റിട്ട് അവരെ മാധ്യമപ്രവർത്തക എന്ന രീതിയിലല്ല പോയത്, മറ്റെന്തൊക്കെ കാര്യങ്ങൾ അന്വേഷിക്കാനാണോ എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ഇട്ടിരുന്നു. ഇവരടക്കമുള്ള ആളുകളാണോ ഇപ്പോൾ സംശയനിഴലിൽ? രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ വെളിപ്പെടുത്തലുകളുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് രൂപം നൽകിയ പ്രത്യേക അന്വേഷണ സംഘം പ്രാഥമിക തെളിവ് ശേഖരണം നടത്തുന്നതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഗർഭചിത്രം നടത്തിയ യുവതിയെ പരാതി നൽകുന്നതിൽ നിന്ന് പിൻവലിപ്പിക്കാൻ ശ്രമിച്ച 3 വനിതാ മാധ്യമപ്രവർത്തകരെ കേന്ദ്രീകരിച്ചുള്ള സൂചനകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. ഈ സൂചനകളുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പണം നൽകി പരാതി നൽകുന്നതിൽ നിന്ന് യുവതിയെ പിൻവലിപ്പിക്കാനുള്ള നീക്കമാണ് 3 പേർ നടത്തിയത് എന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ നിലവിലെ കണ്ടെത്തൽ. അത് ആരൊക്കെയാണ് എന്ന് കണ്ടെത്തുന്നതിനായി ഇവരുടെ ഫോൺ കോൾ റെക്കോർഡുകളടക്കം വിശദമായി പരിശോധിക്കും. അതോടൊപ്പം പരാതി നൽകാൻ യുവതി തയ്യാറാകാതിരുന്നത് ഈ വനിതാ മാധ്യമ പ്രവർത്തകരുടെ സ്വാധീനത്തെ തുടർന്നാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ അന്വേഷണമുണ്ടാകും. അങ്ങനെയെങ്കിൽ ഈ വനിതാ മാധ്യമ പ്രവർത്തകർ ഇങ്ങനെയൊരു ഇടപെടൽ ഈ വിഷയത്തിൽ നടത്താനിടയായ സാഹചര്യം എന്ത് എന്നതിനെക്കുറിച്ചും അന്വേഷണം നടക്കും. അവിടെ ഏതെങ്കിലും തരത്തിൽ പണം നൽകുന്നതുമായി ബന്ധപ്പെട്ട ചാറ്റുകൾ നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഫോൺ സംഭാഷണത്തിനിടയിലോ അതല്ല എങ്കിൽ ഏതെങ്കിലും സന്ദേശങ്ങൾ കൈമാറുന്നതിനിടയിലോ അങ്ങനെയുള്ള ചാറ്റുകൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് വീണ്ടെടുക്കുന്നതിനുള്ള നീക്കമായിരിക്കും അന്വേഷണ സംഘം നടത്തുക. അങ്ങനെയെങ്കിൽ ഈ 3 വനിതാ മാധ്യമ പ്രവർത്തകരെ ക്രൈംബ്രാഞ്ചിൻ്റെ പ്രത്യേക അന്വേഷണ സംഘം വിശദമായ മൊഴി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി അവരുടെ സമയം തേടും എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ശരി, ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവച്ചു. മറ്റൊരു വാർത്തയിലേക്ക് പോകണം. ലൈംഗിക ആരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് സംരക്ഷണമൊരുക്കുന്നതിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ ആശയക്കുഴപ്പം. പാർട്ടി അന്വേഷണ സമിതി ഇല്ലാതെ നടപടിയെടുത്തതിൽ ഒരു വിഭാഗത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. എന്നാൽ നടപടി ഉചിതമെന്ന നിലപാട് ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഡാൻ കുര്യന്റെ റിപ്പോർട്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ചെല്ലുമ്പോൾ ഒരു അൺഅറ്റാച്ച്ഡ് മെമ്പറാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഈ സഭാ നടപടികളുടെ കാര്യങ്ങളിൽ എല്ലാ കാര്യങ്ങളും ഇനി തീരുമാനമെടുക്കേണ്ട സ്പീക്കറാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് റിട്ടേൺ കേസില്ല, അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇതിൽ ഉണ്ടായിട്ടുള്ള മാനിപ്പുലേഷൻസ് ഏതൊക്കെ തരത്തിൽ വന്നിട്ടുണ്ട് എന്നതിനെക്കുറിച്ചൊക്കെ ഒരു അന്വേഷണം, സമഗ്രമായ അന്വേഷണം നടക്കണം. ഇങ്ങനെ ആക്ഷേപം ഉന്നയിച്ചു, അതിനുശേഷം വേറെ ഒന്നും ഇല്ലല്ലോ ഇപ്പോഴും, ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. പാർട്ടി തലത്തിൽ അന്വേഷണം നടത്താതെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉയർന്നതിന് തൊട്ടു പിന്നാലെ അച്ചടക്ക നടപടി എടുത്തതിനെതിരെയാണ് ഒരു വിഭാഗം നേതാക്കൾ നിലപാട് കടുപ്പിക്കുന്നത്. പ്രധാനമായും എ ഗ്രൂപ്പിന്റെ പ്രതിനിധികളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തിടുക്കത്തിലാണ് നടപടി ഉണ്ടായത് എന്ന അമർഷവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ എം ഹസന്റെ വാക്കുകളിൽ എ ഗ്രൂപ്പിന്റെ നിലപാട് വ്യക്തമായിരുന്നു. അതേസമയം കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ മാധ്യമങ്ങളോട് ഇന്ന് പ്രതികരിച്ചപ്പോൾ നടത്തിയ വാക്കുകൾ ശ്രദ്ധേയമായിരുന്നു. നിലവിലുണ്ടായിരിക്കുന്ന ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് തൽക്കാലം ഇത്രയും നടപടികൾ മതി, മറ്റൊന്നും വരാത്ത സ്ഥിതിക്ക് ഇപ്പോൾ നടക്കുന്ന ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം തുടർ നീക്കങ്ങളിലേക്ക് കടന്നാൽ മതിയെന്നായിരുന്നു കഴിഞ്ഞ ദിവസം വരെ കടുത്ത നിലപാടെടുത്തിരുന്ന മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിയമപരമായി വെളിപ്പെടുത്തലുകളുമായി രംഗത്തെത്തിയ ആരും പരാതി നൽകാത്ത പശ്ചാത്തലത്തിൽ രാഹുലിനെതിരെ
നടപടി വേണ്ട, അല്ലെങ്കിൽ രാഹുലിന്റെ പ്രതിരോധം തീർക്കണമെന്ന നിലപാടിലേക്ക് ഇന്നലെ മുതിർന്ന ചില നേതാക്കൾ രംഗത്തെത്തിയിരുന്നു. അതിനെതിരെ പാർട്ടിയിലെ ഒരു വിഭാഗം നിലയുറപ്പിക്കുന്നു എന്നതാണ് നിലവിലെ സാഹചര്യം. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ളവർ അന്ന് അങ്ങനെ ഒരു നടപടി ആരോപണങ്ങൾ ഉയർന്ന സമയത്ത് എടുത്തില്ലായിരുന്നെങ്കിൽ പാർട്ടി മുഴുവൻ പ്രതിരോധത്തിലാകുമായിരുന്നെന്നും പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് വലിയ മങ്ങലേൽക്കുമായിരുന്നെന്നും ആ പാർട്ടിയെ വെട്ടിലാക്കുന്ന തരത്തിലേക്ക് ഈ ആരോപണത്തിന്റെ മുന നീളുമായിരുന്നുവെന്നുള്ള നിലപാടിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. അതേസമയം ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘം പരാതിക്കാരായ 2 പേരിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം അതുമായി ബന്ധപ്പെട്ട് ഈ വെളിപ്പെടുത്തലുകൾ നടത്തിയ യുവതികളുടെ മൊഴി രേഖപ്പെടുത്തുന്ന വിശദമായ മൊഴി രേഖപ്പെടുത്തുന്ന നടപടികളിലേക്ക് അടുത്ത ദിവസം തന്നെ കടക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ പരമാവധി ഡിജിറ്റൽ തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ ചോദ്യം ചെയ്യാനുള്ള നീക്കമാണ് ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആഗോള അയ്യപ്പ സംഗമത്തിനെ കുറിച്ച് സാമുദായിക നേതാക്കളുമായി ആശയവിനിമയം നടത്തിയിരുന്നതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. അവർ പിന്തുണ അറിയിച്ചതിൽ സന്തോഷം. കേന്ദ്രമന്ത്രിമാരെ ഉൾപ്പെടെ ക്ഷണിക്കും. ശബരിമല യുവതീ പ്രവേശന സത്യവാങ്മൂലത്തിൽ മാറ്റം വരുത്തുന്നതിനെക്കുറിച്ച് നിയമവിദഗ്ധരുമായി ആലോചിച്ച് നടപടിയെടുക്കുമെന്നും BJP സംസ്ഥാന അധ്യക്ഷനെ ക്ഷണിക്കുമോ എന്ന ചോദ്യത്തിന് സംഗമത്തിൽ രാഷ്ട്രീയം കലർത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്നും മറുപടി പറഞ്ഞു. യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ദേവസ്വം ബോർഡിന്റെ സർക്കാരിന്റെ നിലപാട് തിരുത്തി സുപ്രീം കോടതിയിൽ നിലപാട് അറിയിക്കുന്നു, അത് പരസ്യമായി പ്രഖ്യാപിക്കുന്നു. ആ വിഷയം പരിഗണനയിലെടുക്കാം. ശബരിമലയുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളെയും സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞങ്ങൾ ശ്രമിക്കും. ദേവസ്വം ബോർഡ് പരിശ്രമിക്കും. അത് പിന്നെ സുപ്രീം കോടതി തീരുമാനിക്കട്ടെ. ഞങ്ങൾ പറഞ്ഞല്ലോ അതുമായി ബന്ധപ്പെട്ട് നിയമവിദഗ്ധരുമായി കൂടി ആലോചിച്ച് ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ നമുക്ക് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്താൻ ബോർഡ് പരിശ്രമിക്കും. ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് ദേവസ്വം ബോർഡാണെങ്കിൽ മന്ത്രി എന്തിനു പോയി സ്റ്റാലിനെ ക്ഷണിച്ചുവെന്ന് കെ മുരളീധരൻ. അയ്യപ്പ സംഗമം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കമാണെന്നും കെ മുരളീധരൻ വിമർശിച്ചു. 2 കാര്യങ്ങളുണ്ടല്ലോ. ഒന്ന്, ഇതാരാണ് നടത്തുന്നത്? ദേവസ്വം ബോർഡാണോ ഗവൺമെന്റാണോ? ദേവസ്വം ബോർഡാണെങ്കിൽ എന്തിനാണ് മന്ത്രി പോയിട്ട് സ്റ്റാലിനെ ക്ഷണിക്കാൻ പോകുന്നത്? സ്റ്റാലിനെ ക്ഷണിച്ച സ്ഥിതിക്ക് ദക്ഷിണേന്ത്യയിലെ മറ്റ് 2 മുഖ്യമന്ത്രിമാരുണ്ടല്ലോ. രേവന്ത് റെഡ്ഡി ദൈവവിശ്വാസിയാണ്, സിദ്ധരാമയ്യ ദൈവവിശ്വാസിയാണ്. ആ 2 പേരെയും കൂടെ വിളിക്കായിരുന്നില്ലേ? ആന്ധ്ര വോട്ടെ BJP-കാരാന്ന് വിചാരിക്കുക. സ്റ്റാലിന്റെ അതേ സ്റ്റാറ്റസ് തന്നെ സിദ്ധരാമയ്യയ്ക്കും രേവന്ത് റെഡ്ഡിക്കും ഇല്ലേ? അവരെന്താവുന്ന അയ്യപ്പ എഴുന്നേറ്റ് പോകും. മാത്രമല്ല, ഈ ക്ഷണിക്കാൻ പോകുന്ന ആൾക്കാർ അയ്യപ്പ വിഗ്രഹം കാണുമ്പോൾ തൊഴുകെങ്കിലും വേണ്ടേ? ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തൊഴുകുന്നുണ്ട്, അതേ ഈശ്വരവിശ്വാസിയാണ്. കാരണം കോൺഗ്രസിന് പോയിട്ട് അധികമായിട്ടില്ലല്ലോ. അതേ സമയത്ത് വിശ്വാസമില്ലാത്ത മന്ത്രി എന്തിനാണ് ഈ ആഗോള അയ്യപ്പ സംഗമം ക്ഷണിക്കാൻ വേണ്ടിയിട്ട് ചെന്നൈയിലേക്ക് പോയത്? എന്തിനാ? അപ്പൊ ആരാ നടത്തുന്നത്? ദേവസ്വം ബോർഡാണ് നടത്തുന്നതെങ്കിൽ മന്ത്രി പോകേണ്ട ആവശ്യമില്ല. അതല്ല, ഗവൺമെന്റാണ് നടത്തുന്നതെങ്കിൽ ആ കാര്യം തുറന്നു പറയണം. അപ്പോ ഒരു വിശ്വാസം, അമ്പലത്തിന്റെ അയ്യപ്പന്റെ നടയിൽ തൊഴുക പോലും ചെയ്യാത്ത ആൾക്കാർ ഇപ്പൊ അയ്യപ്പന്റെ ആൾക്കാരായിട്ട് വന്നിരിക്കുക. ഇത് എലക്ഷൻ കണ്ടുകൊണ്ട് മാത്രമാണ്. ആഗോള അയ്യപ്പ സംഗമം നല്ല കാര്യമാണെങ്കിൽ എതിർക്കേണ്ട കാര്യമില്ലെന്ന് മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി. സർക്കാർ ആണെന്ന് കരുതി വേണ്ട എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ എന്നും കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. ഷാർജയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ അതുല്യയെ മർദ്ദിക്കുന്നതിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തുവന്ന സാഹചര്യത്തിൽ ഭർത്താവ് സതീഷിനെ കസ്റ്റഡിയെടുത്ത് ചോദ്യം ചെയ്യണമെന്ന ആവശ്യവുമായി കുടുംബം. അതുല്യ ആത്മഹത്യ ചെയ്യില്ലെന്ന് കുടുംബം ഉറച്ചു വിശ്വസിക്കുകയാണ്. സതീഷിന് മറ്റു സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നതായും അക്കാര്യം അതുല്യ കണ്ടെത്തിയിരുന്നുവെന്നും സഹോദരി പറഞ്ഞു. ജാമ്യത്തിൽ തുടരുന്നത് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷെ ഈ അന്ന് എന്താണ് സംഭവിച്ചെന്നുള്ളതിന് അവനെ കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്ത് എന്താണെന്നുള്ളത് പുറത്തു കൊണ്ടുവരണം. അന്ന് എൻ്റെ മോൾക്ക് എന്താണ് സംഭവിച്ചത്? ഇവൻ അന്ന് അതിക്രൂരമായിട്ട് അവളെ മർദ്ദിച്ചിട്ടുണ്ട്. അതിൻ്റെ വോയിസ് ഞാൻ കേട്ടതാണ്. അതിനുശേഷം എന്താണ് അവൻ കഴുത്ത് മുറുക്കി കൈലി മുറുക്കി കൊന്നതാണോ, ശ്വാസം വിട്ടിച്ച് കൊന്നതാണോ എന്താണെന്നൊന്നും നമുക്കറിയത്തില്ല. അത് പോലീസുകാർ, അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അത് കണ്ടുപിടിച്ച് അവനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്ത് അത് തെളിയിക്കണം. എന്താണ് നടന്നത്, സത്യം എന്താണെന്നുള്ളത് തെളിയിക്കണം, പുറത്ത് കൊണ്ടുവരണമെന്നാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. അവൻ കൂസലില്ലാതല്ലേ ഇത് പറയുന്നത്? കുത്തി കൊല്ലുമെന്നും കൊട്ടേഷൻ കൊടുത്ത് കൊല്ലുമെന്നും അവളെ നിർമ്മാർജ്ജനം ചെയ്യാൻ എനിക്ക് 1 മാസം ശമ്പളം മതിയെന്ന് അവൻ പരസ്യമായിട്ട് ഓപ്പണായിട്ട് പറയുമല്ലോ. അവൻ്റെ ആ ഭാവവും രൂപവും അവൻ്റെ ആക്രമണ സ്വഭാവം കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അവനിലെ ക്രിമിനൽ എന്താണെന്ന്. അവൻ്റെ ക്രിമിനൽ എന്താണെന്ന് ആ വിഷ്വൽസ് കാണുന്ന ആർക്കും മനസ്സിലാവുമല്ലോ.
പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്തും 24 മണിക്കൂറിനുള്ളിലുള്ള പാടുകളുണ്ട്. 2 ആഴ്ചയ്ക്കുള്ളിലുള്ള 46 ഇഞ്ചുറീസ് ചേച്ചിയുടെ ബോഡിയിലുണ്ട്. അപ്പോൾ ഒരു സ്ത്രീയെ ഇത്രയും ഉപദ്രവിക്കുക എന്ന് പറയുമ്പോൾ എത്രമാത്രം എൻ്റെ ചേച്ചി സഹിച്ചിട്ടുണ്ടാവും. ഇത്ര ഉപദ്രവം ഒരു ബോഡിയിൽ ഉണ്ടാവുക എന്നുള്ളത് എന്ന് വെച്ചാൽ തലയിൽ അടിച്ച പാട്, ആ പ്ലേറ്റിൽ അടിച്ച തലയിലെ പാട് വ്യക്തമായിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ. എന്താണ് അന്ന് രാത്രി സംഭവിച്ചത് നമുക്കറിയണം. പുള്ളി പറയുന്നത് ഒരിക്കലും ഞങ്ങൾ വിശ്വസിക്കത്തില്ല. നാക്കെടുത്ത കള്ളത്തരമാണ് പറയുന്നത്. പിന്നെ എങ്ങനെ? കാരണം ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ വിശ്വസിക്കത്തില്ല. ഈ സംഭവം നടന്നിട്ട് പിറ്റേ ദിവസം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഉച്ചയ്ക്കെങ്ങാണ്ട് പുള്ളി ജോലി സ്ഥലത്തുനിന്ന് ചേച്ചിയെ വിളിച്ചു. അപ്പോൾ വിളിച്ച സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ ഏതോ ഫ്രണ്ട് അങ്ങോട്ട് ഇങ്ങോട്ട് പറഞ്ഞു, ആരാടാ വിളിക്കുന്നത് എന്തോ ചോദിച്ചു. അപ്പം പുള്ളി പറഞ്ഞത് കാമുകിയാണ്. അപ്പം പുള്ളി അങ്ങാണ്ട് ചോദിച്ചാൽ ഏതാ, എന്തോ മസായ ബിൽഡിങ്ങിലെ പെണ്ണാണോ അതോ ബസ്സിലെ രമ്യയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോൾ ചേച്ചി കേട്ടു. അപ്പോൾ ഏതൊരു പെണ്ണാലും അത് സഹിക്കത്തില്ലല്ലോ. അപ്പം ചേച്ചി ഫോൺ കട്ട് ചെയ്തു. തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ അതിനെ ചൊല്ലി ചേച്ചി കാര്യം ചോദിച്ചു. പുള്ളി അത് സമ്മതിക്കുന്നില്ല. അങ്ങനെ ഇവർ തമ്മിൽ അതിനെ ചൊല്ലി സംസാരം ഉണ്ടായി. അപ്പം ചേച്ചി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളി വന്നിട്ട് സംസാരം കൂടിയിട്ട് പ്ലേറ്റ് വാങ്ങിച്ച് തലക്കടിച്ച് 4 പീസായെന്നാണ് പറഞ്ഞത് പ്ലേറ്റ്. ആ സംഭവം നമ്മുടെ അടുത്ത് പറയുമ്പോഴേ നമ്മൾ പറയുന്നുണ്ട് ഇനി അവിടെ നിൽക്കരുത്. കാരണം അയാൾ വല്ലതും ചെയ്യും. കാരണം എപ്പോഴും ചേച്ചി പറയും, ഉപദ്രവിക്കുമ്പോൾ തലയ്ക്ക്, നാവിൽ, ഇങ്ങനെയൊക്കെയാണ് ഉപദ്രവിക്കുന്നത്. അപ്പോഴേ അമ്മ ഇവിടെ ഭയങ്കര നിലവിളിയൊക്കെയാണ്. അമ്മ ഒരു മോളെ കയറി വാ, നീ നിൽക്കരുത് ഇനി എന്നൊക്കെ പറഞ്ഞു. ഷാർജയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച അതുല്യയുടെ മരണവുമായി ബന്ധപ്പെട്ട് തന്നെ കൂടുതൽ തെളിവുകളും അതുപോലെ തന്നെ ആരോപണങ്ങളുമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. അതുല്യയുടെ കുടുംബം മുന്നോട്ട് വെച്ച ആരോപണങ്ങളിൽ തന്നെ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. അതൊരു ആത്മഹത്യ അല്ല എന്ന് തന്നെയാണ് അവർ ഇപ്പോഴും ഉറച്ച് വിശ്വസിക്കുന്നതും മൊഴി നൽകുന്നതും. ഇതുമായി ബന്ധപ്പെട്ട് കറക്റ്റായിട്ടുള്ളൊരു അന്വേഷണം നടക്കണം, ശക്തമായൊരു അന്വേഷണം നടത്തി ഈ നീതി ലഭ്യമാകണം എന്നുള്ള ഒരു ആവശ്യമാണ് അതുല്യയുടെ സഹോദരി അഖില ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയത്. കഴിഞ്ഞ ദിവസമായിരുന്നു അതുല്യയെ മൃഗീയമായി മർദ്ദിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നത്. സംഭവത്തിൽ ഈ സതീഷിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇന്ന് അതുല്യയുടെ പിതാവ് രാജശേഖരൻ പിള്ള മാധ്യമങ്ങളോട് പറഞ്ഞത് സതീഷിൻ്റെ ജാമ്യം റദ്ദു ചെയ്യുകയും സതീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യണം എന്നാണ്. വിശദമായി ചോദ്യം ചെയ്യുന്നതോടുകൂടി അവരുടെ സംശയങ്ങൾക്കെല്ലാം കൃത്യമായി ഒരു ഉത്തരം ലഭ്യമാകും എന്നാണ് ഈ കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത്. നിലവിൽ സതീഷ് ഇപ്പോൾ ഇടക്കാല ജാമ്യത്തിലാണ്. ഉപാധികളോടെയാണ് കൊല്ലം പ്രിൻസിപ്പൽ സെക്ഷൻ കോടതി സതീഷിന് ജാമ്യം അനുവദിച്ചത്. എന്നാൽ ഈ ജാമ്യ ഉപാധികളെല്ലാം തന്നെ റദ്ദു ചെയ്യണമെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ക്രൈംബ്രാഞ്ചാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ക്രൈംബ്രാഞ്ച് ഇവരുടെ വിശദമായിട്ടുള്ള മൊഴി രേഖപ്പെടുത്തിയിരുന്നു, മാതാപിതാക്കളുടെ മൊഴി രേഖപ്പെടുത്തി. അതുപോലെ തന്നെ ഡിജിറ്റൽ തെളിവുകളായിട്ട് ഈ മർദ്ദന ദൃശ്യങ്ങളെല്ലാം തന്നെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസമാണ് കോടതിയിൽ ഹാജരാക്കിയത്. പക്ഷേ കോടതി ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ കൃത്യമായി പരിശോധിക്കുകയും ചെയ്തു. തുടർന്നാണ് എതിർഭാഗം ഇത് ഈ ദൃശ്യങ്ങളെല്ലാം പഴയതാണ് എന്ന് വാദിച്ചു. ഇതിൽ സംശയം തോന്നിയ കോടതി ഇതിൻ്റെ ഫോറൻസിക് രേഖകളടക്കം ഹാജരാക്കണം എന്ന് കോടതി നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ വീണ്ടും വലിയ രീതിയിലുള്ള വെളിപ്പെടുത്തലുകളാണ് ഇപ്പോഴും പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ അഖില പറയുന്നത് ഈ സതീഷ് അതുല്യയെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തി എന്ന് തന്നെയാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ടുള്ള നിരവധി തെളിവുകൾ തൻ്റെ പക്കൽ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. സതീഷിന് മറ്റ് സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നു. ഇത് അതുല്യ ചോദ്യം ചെയ്തിരുന്നു. ഇത് ഇവരുടെ ഇടയിൽ വലിയ രീതിയിലുള്ള ഒരു സൗന്ദര്യ പിണക്കത്തിനും അതുപോലെയുള്ള അക്രമത്തിനും വഴിവെച്ചിരുന്നു. വീട്ടിൽ ഈ കസേരയെടുത്ത് മർദ്ദിക്കുന്നു, അതുപോലെ തന്നെ ബെൽറ്റ് ഊരി മർദ്ദിക്കുന്നു. ഇത്തരത്തിലുള്ള ദൃശ്യങ്ങളെല്ലാം തന്നെ സമൂഹ മാധ്യമങ്ങളിലടക്കം പുറത്തു വന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം വന്ന ദൃശ്യങ്ങളും വളരെ നിർണായകമാണ്. അതിൽ ഈ സതീഷ് പറയുന്നുണ്ട് അതുല്യയെ കൊലപ്പെടുത്തുമെന്ന് പറയുന്നുണ്ട്, അതുപോലെ തന്നെ ജയിലിൽ പോയി കിടക്കുമെന്ന് പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള ശക്തമായ തെളിവുകളാണ് ഇപ്പോൾ അതുല്യയുടെ മാതാപിതാക്കൾ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ അതുല്യ തൻ്റെ സഹോദരിക്ക് അയച്ചു കൊടുത്ത വാട്സപ്പ് സന്ദേശങ്ങളും അത് വോയിസ് ചാറ്റും എല്ലാം തന്നെ അതിലും തെളിവുകളാണ്. അതിലും കൃത്യമായി പറയുന്നുണ്ട് തന്നെ ക്രൂരമായി പീഡിപ്പിക്കുന്നു, തനിക്ക് ഇവിടെ ജീവിക്കാൻ സാധ്യമാകുന്നില്ല. അത്തരം വലിയ രീതിയിലുള്ള വെളിപ്പെടുത്തലുകൾ എല്ലാം തന്നെ വാട്സപ്പ് സന്ദേശങ്ങളായിട്ട് അഖിലയ്ക്ക് അയച്ചു കൊടുത്തിരുന്നു. ഇതെല്ലാം തന്നെ അഖില കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് ഉയർന്നു വരുന്നത്. നിലവിൽ സതീഷ് ഇടക്കാല ജാമ്യത്തിൽ തുടരുകയാണ്. സതീഷിൻ്റെ ജാമ്യം റദ്ദു ചെയ്യണം എന്നുള്ള വലിയൊരു ആവശ്യം
ഇപ്പോൾ ഈ കോടതിയിലേക്ക് ഇവർ പ്രോസിക്യൂഷൻ അറിയിച്ചിട്ടുണ്ട്. കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് വിദ്യാർത്ഥിനിയായ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന കുടുംബം. ആൺ സുഹൃത്താണ് മരണത്തിന് പിന്നിലെന്നും ഇയാൾ യുവതിയെ മർദ്ദിച്ചിരുന്നതായും ബ്ലാക്ക്മെയിൽ ചെയ്തിരുന്നതായും ബന്ധുക്കൾ പറയുന്നു. മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. അത്തോളി സ്വദേശിനി ഐഷ റാഷയെ ഇന്നലെ രാത്രിയാണ് ആൺ സുഹൃത്ത് ബഷീറുദ്ദീൻ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. യുവതി സ്വയം ജീവനൊടുക്കുകയായിരുന്നുവെന്നാണ് ഇയാൾ ആശുപത്രിയിൽ അറിയിച്ചത്. ആശുപത്രി അധികൃതർ അറിയിച്ചത് പ്രകാരം പോലീസ് എത്തി യുവാവിനെ കസ്റ്റഡിയിലെടുത്തു. എരഞ്ഞിപ്പാലത്തെ ബഷീറുദ്ദീന്റെ വാടക വീട്ടിലായിരുന്നു സംഭവം. മംഗലാപുരത്ത് ഫിസിയോതെറാപ്പി വിദ്യാർത്ഥിയായ യുവതി 4 ദിവസം മുമ്പ് കോഴിക്കോട്ടെത്തിയെങ്കിലും വീട്ടിലോട്ട് പോകാതെ ബഷീറുദ്ദീനൊപ്പം കഴിയുകയായിരുന്നു. ഇരുവരും 2 വർഷത്തിലധികമായി അടുപ്പത്തിലുമായിരുന്നു. യുവതിയുടേത് ആത്മഹത്യയല്ല, കൊലപാതകമെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. ബഷീറുദ്ദീൻ യുവതിയെ നിരന്തരം മർദ്ദിക്കുകയും ബ്ലാക്ക്മെയിൽ ചെയ്തതായും ബന്ധുക്കൾ പറയുന്നു. പെൺകുട്ടി ആത്മഹത്യ ചെയ്യില്ലെന്നും കുടുംബം പറഞ്ഞു. ഒരാള് മംഗലാപുരത്ത് നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് മരിക്കേണ്ട ആവശ്യമില്ലല്ലോ. മരിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് തന്നെ മരിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഇത് ഞാൻ അവളെ ഫ്രണ്ട്സിനെ കാര്യങ്ങളൊക്കെ വിളിച്ച് ചോദിച്ചപ്പോൾ അവന് ഒരുപാട് അവളെ മർദ്ദിച്ചിട്ടുണ്ട്. അടിക്കുക പല കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവളെ അടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് കേട്ടത്. ബഷീറുദ്ദീൻ നടക്കാവ് പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കാൻ താൻ പോകുന്നതിനെ യുവതി എതിർത്തിരുന്നു. എതിർപ്പ് അവഗണിച്ച് പോയ ശേഷം മടങ്ങിയെത്തിയപ്പോൾ ആയിഷയെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നുവെന്നാണ് ഇയാളുടെ മൊഴി. ന്യൂസ് 18 കോഴിക്കോട്. തിരുവല്ലയിൽ റീനയുടെ ഭർത്താവ് അനീഷ് മാത്യു തൂങ്ങി മരിച്ച സംഭവത്തിൽ പോലീസിനെതിരെ കുടുംബം. റീനയെയും കുഞ്ഞുങ്ങളെയും കാണാതായ സംഭവത്തിൽ പോലീസ് അന്വേഷണത്തെ മാനസികമായി പീഡിപ്പിച്ചതാണ് കുടുംബത്തിന്റെ ആരോപണം. ഇന്നലെയാണ് അനീഷ് മാത്യുവിനെ കവിയൂരിലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശശിനാരായണൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. റീനയും മക്കളെയും കാണാതായതിന് പിന്നാലെയാണ് അനീഷ് മാത്യുവിനെ, റീനയുടെ ഭർത്താവ് അനീഷ് മാത്യുവിനെ കവിയൂരിലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. എന്തായാലും കുടുംബം പ്രധാനമായി ഇത് സംബന്ധിച്ച് പോലീസിനെതിരെ ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. റീനയും മക്കളെയും കാണാതായതിനു ശേഷം പോലീസ് ഭർത്താവായ അനീഷിനെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി മാനസികമായി പീഡിപ്പിച്ചു. അതുകൊണ്ടാണ് അനീഷ് ആത്മഹത്യ ചെയ്തതെന്നാണ് കുടുംബം പ്രധാനമായി ഉന്നയിക്കുന്നത്. അതേസമയം പോലീസ് ഇക്കാര്യം പാടെ നിരാകരിക്കുകയാണ്. അത് പറയുന്നത് ചില കാര്യങ്ങൾ റീനയുടെയും മക്കളുടെയും തിരോധാനവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ വിളിച്ചു ചോദിക്കുക മാത്രമാണ് പുളിക്കീഴ് പോലീസ് ചെയ്തതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും റീനയും മക്കളെയും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. റീന കഴിഞ്ഞ ഓഗസ്റ്റ് 17-ാം തീയതിയാണ് റീനയും മക്കളും 2 മക്കളും വീട്ടിൽ നിന്നും പോകുന്നത്. പിന്നീട് കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷേ ഈ അനീഷും മാത്യുവും അതുപോലെ തന്നെ റീനയുടെ ഭർത്താവ് അനീഷ് മാത്യുവും റീനയും തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് നിലവിൽ പല കുടുംബ പ്രശ്നമാണ്. അത് കോടതിയിൽ വരെ എത്തിയിരുന്നു. ആ കേസുകളൊക്കെ ഇരു കുടുംബങ്ങൾ ചർച്ച ചെയ്തതിന് ശേഷമാണ് പിന്നീട് ഒന്നിച്ച് താമസിക്കുന്നത്. എന്തായാലും ഇവർ തമ്മിൽ ചില കുടുംബ വഴക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം റീന പോയതെന്നുള്ള കാര്യമാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ആ കാര്യങ്ങളെല്ലാം റീനയെ കണ്ടെത്തിയെങ്കിൽ മാത്രമേ സ്ഥിരീകരിക്കാൻ കഴിയുള്ളൂ. പക്ഷേ റീനയും മക്കളും 2 പേരും പോയതുമായി ബന്ധപ്പെട്ട് CCTV ദൃശ്യങ്ങളെല്ലാം പോലീസ് പരിശോധിക്കുന്നുണ്ട്. തൃശ്ശൂരിൽ ഇവരെ കണ്ടതായുള്ള ചില സൂചനകൾ ഉണ്ട്. പക്ഷേ പോലീസ് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അനീഷ് മാത്യുവിനെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തതാണ് അനീഷ് മാത്യു മരിക്കാൻ കാരണമെന്നുള്ള നിലപാടിലാണ് അനീഷ് മാത്യുവിൻ്റെ ബന്ധുക്കൾ ഇപ്പോൾ ഉള്ളത്. എന്തായാലും പോലീസിനെതിരെ അത്ര ഒരു ആരോപണം കുടുംബം ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ പോലീസ് ഇക്കാര്യം നിരാകരിക്കുകയാണ്. മഫ്തിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന യുവാക്കളെ മർദ്ദിച്ചതായി പരാതി. റോഡിൽ തടയാൻ ശ്രമിച്ച ശേഷം ചൂരൽ കൊണ്ട് മുതുകിലടിക്കുകയായിരുന്നു. അടികൊണ്ട് നിയന്ത്രണം പോയ ബൈക്ക് തലനാഴിഴയ്ക്കാണ് വീഴാതെ രക്ഷപ്പെട്ടത്. മർദ്ദനത്തിൽ പരിക്കേറ്റ സഹോദരങ്ങളായ സജിവും അനിലും ആശുപത്രിയിൽ ചികിത്സ തേടി. പോലീസ് ജീപ്പോ യൂണിഫോമോ ഇല്ലാതെ തങ്ങളെ തടയാൻ ശ്രമിച്ചവർ ആക്രമികളായിരിക്കുമെന്ന ഭയത്തിൽ രക്ഷപ്പെടാനാണ് ശ്രമിച്ചതെന്ന് ഇവർ പറയുന്നു. തങ്ങളെ അപായപ്പെടുത്തുന്ന തരത്തിൽ മർദ്ദിച്ച സംഭവത്തിൽ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഇവർ SP ഉൾപ്പെടെയുള്ളവർക്ക് പരാതിയും നൽകി. നമ്മളെ വെള്ളറിന്റെ ഭാഗത്ത് വെച്ചിട്ട് ഒരു 4 പേര് നല്ലൊരു നീളമുള്ള നല്ല ഒരു വടി പോലത്തെ ഒരു സംഭവം വെച്ച് ആഞ്ഞടിക്കരുത്. വണ്ടി വന്നോണ്ടിരുന്ന സ്പീഡിൽ ആഞ്ഞടിക്കരുത്. ഇങ്ങനെ സ്ലോ ചെറുതായി ഇങ്ങനെ കാണിച്ചു. പക്ഷെ നമ്മൾക്ക് എന്തോ യൂണിഫോം അങ്ങനെ പോലീസൊന്നും അല്ല. അവര് എന്താണെന്ന് അറിഞ്ഞൂടാ, എന്തിനാണ് ഉദ്ദേശം ഒന്നും അറിഞ്ഞൂടാ. ഒരു കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് ഇങ്ങനെ ആഞ്ഞടിക്കരുത്. വണ്ടി വന്നോണ്ടിരുന്ന ആഞ്ഞടിക്കരുത്. ഞാനാണ് ഓടിച്ചത്. അപ്പോൾ എനിക്കൊന്ന് കയ്യിൽ അടി കിട്ടിയത്. വണ്ടി പെട്ടെന്ന് കയ്യിൽ നിന്ന് പാളി. വിഴുന്നിരുന്നെങ്കിൽ സ്പോട്ടായിട്ട് തലയൊക്കെ അടിച്ച് ഒന്നിന് പറ്റുമായിരുന്നു. ഹെൽമെറ്റൊക്കെ ഉണ്ടായിരുന്നു കയ്യിൽ, തലയിൽ. അഫ്ഗാനിസ്ഥാനിൽ വൻ ഭൂചലനം. 800 പേർ കൊല്ലപ്പെട്ടു. 2500-ലധികം പേർക്ക് പരിക്കേറ്റുവെന്നാണ് റിപ്പോർട്ട്. ഭൂചലനം റിക്ടർ സ്കെയിലിൽ 6 തീവ്രത രേഖപ്പെടുത്തി. കുനാർ പ്രവിശ്യയിലെ നൂർഗാൽ, സാവ്കി, വാട്ട്പൂർ, മനോഗി, ചപ്ദാര ജില്ലകളിലാണ് മരണമുണ്ടായത്. ബസാവൂലിൻ്റെ വടക്ക് 36 കിലോമീറ്റർ മാറിയാണ് പ്രഭവ കേന്ദ്രം. തലസ്ഥാനമായ കാബൂൾ മുതൽ 370 കിലോമീറ്റർ അകലെയുള്ള പാകിസ്ഥാൻ്റെ
തലസ്ഥാനമായ ഇസ്ലാമാബാദ് വരെ പ്രകമ്പനം അനുഭവപ്പെട്ടു. തുടർചലനങ്ങളും മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കവും രക്ഷാപ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്നുണ്ട്. മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് ആശങ്ക. ജമ്മു കാശ്മീരിലെ പ്രളയബാധിത മേഖലകൾ സന്ദർശിച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ, മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള എന്നിവർക്കൊപ്പമാണ് അമിത്ഷാ ദുരിതബാധിത മേഖലയിൽ എത്തിയത്. രാജ്ഭവനിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഉന്നതതല യോഗവും ചേർന്ന് നാശനഷ്ടങ്ങൾ വിലയിരുത്താൻ മന്ത്രിതല സംഘത്തെയും അമിത്ഷാ നിയോഗിച്ചു. രാജ്യത്ത് വാണിജ്യ സിലിണ്ടറുകളുടെ വില കുറച്ചു. 19 കിലോഗ്രാം വാണിജ്യ സിലിണ്ടറുകൾക്ക് 50 രൂപ 50 പൈസയാണ് കുറഞ്ഞത്. പുതുക്കിയ വില പ്രാബല്യത്തിൽ വന്നതോടെ കൊച്ചിയിൽ 1587 രൂപയാണ് പുതിയ നിരക്ക്. എന്നാൽ ഗാർഹിക സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റമില്ല. ഇടവേള. കേരളത്തിലെ പ്രസവ ശസ്ത്രക്രിയാ നിരക്ക് കൂടുന്നു. ദേശീയ ശരാശരിയേക്കാൾ മുകളിലാണ് സംസ്ഥാനത്തെ പ്രസവ ശസ്ത്രക്രിയാ നിരക്ക്. വർഷങ്ങളായി കേരളത്തിൽ പ്രസവ ശസ്ത്രക്രിയാ നിരക്ക് 40%-ലധികം മേലെയായി തുടരുകയാണ്. അടിയന്തര ഘട്ടങ്ങളിലും മറ്റും നിർദ്ദേശിക്കുന്ന ശസ്ത്രക്രിയകളുടെ എണ്ണം സർക്കാർ ആശുപത്രികളിലും കൂടുതലാണ്. പ്രസവ സമയത്ത് അമ്മയുടെയും കുഞ്ഞിന്റെയും സുരക്ഷയ്ക്കും സങ്കീർണത ഒഴിവാക്കാനും അനിവാര്യമെങ്കിൽ മാത്രം നടത്താനുള്ളതാണ് പ്രസവ ശസ്ത്രക്രിയ. എന്നാൽ കേരളത്തിൽ ഇത് സർവ്വസാധാരണമായി മാറുന്നു എന്ന് കണക്കുകൾ. ആരോഗ്യവകുപ്പിന്റെ കണക്കനുസരിച്ച് 2023-24 കാലയളവിൽ 44% പ്രസവങ്ങളും ശസ്ത്രക്രിയ വഴിയായിരുന്നു. സങ്കീർണ സാധ്യത പ്രതീക്ഷിക്കുന്ന കേസുകളെക്കാൾ ഏറെ കൂടുതലാണിത്. ജീവിതശൈലി രോഗങ്ങളും ആരോഗ്യക്കുറവ് തുടങ്ങിയവയും നിരക്ക് വർദ്ധിക്കാൻ കാരണമാകുന്നു. നാളെ നോക്കി പ്രസവം നടത്താനും നടി ഐശ്വര്യ റായിയുടെ പ്രസവം നടന്ന അതേ ദിവസം പ്രസവം നടത്താനടക്കമുള്ള പല ആവശ്യങ്ങളുമായി മാതാപിതാക്കൾ ഡോക്ടർമാരെ സമീപിക്കുന്നുണ്ട്. നാളെ നോക്കി സിസേറിയൻ ചെയ്തു കൊടുക്കണം എന്നൊരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഐശ്വര്യ റായ് നമുക്കറിയാലോ, എനിക്ക് തോന്നുന്നു അവരുടെ കുഞ്ഞ് ജനിക്കുന്നത് നവംബർ 11-നാണെന്ന് തോന്നുന്നു. ആ സമയം നോക്കി സിസേറിയൻ വേണം എന്ന് പറഞ്ഞു വന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അന്നൊക്കെ ഞാൻ UG പഠിക്കുന്ന സമയമാണ്. അങ്ങനത്തെ ഇതുണ്ട്. അതുപോലെ ജനുവരി 1-ാം തീയതി തന്നെ കുഞ്ഞ് ജനിക്കണം എന്ന നിർബന്ധം പറഞ്ഞ് സിസേറിയന് വരുന്നവരുണ്ട്. ആ രീതിയിൽ പേഷ്യന്റിന്റെ സൈഡിൽ നിന്ന് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ സത്യം പറഞ്ഞാൽ ഒരിക്കലും ഒരു ഡോക്ടർ റിസ്ക് എടുത്ത് ഇങ്ങനെ ഒരു ഫിനാൻസ് ജനറേറ്റ് ചെയ്യാനായിട്ട് സിസേറിയൻ അധികം പറയുന്നതായിട്ട് കേരളത്തിൽ എനിക്ക് തോന്നുന്നില്ല. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ 50%-ന് മുകളിലാണ് പ്രസവ ശസ്ത്രക്രിയ നിരക്ക്. കൊല്ലം, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ സർക്കാർ ആശുപത്രികളിൽ പ്രസവ ശസ്ത്രക്രിയയിൽ സ്വകാര്യ ആശുപത്രികളെക്കാൾ കൂടുതലും. 2014-15 മുതൽ 2023-24 വരെയുള്ള കാലയളവിൽ 2 തവണ സംസ്ഥാനാടിസ്ഥാനത്തിൽ തന്നെ സർക്കാർ ആശുപത്രികൾ മുന്നിലെത്തി. 4 സാമ്പത്തിക വർഷങ്ങളിൽ ഇരുവിഭാഗവും ഒപ്പത്തിനൊപ്പമാണ്. മലപ്പുറം, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് പ്രസവ ശസ്ത്രക്രിയകൾ ഏറ്റവും കുറവ്. പലപ്പോഴും ഡോക്ടർമാരുടെ സൗകര്യത്തിനനുസരിച്ചാണ് പ്രസവം ഷെഡ്യൂൾ ചെയ്യപ്പെടുന്നത്. സർക്കാർ ആശുപത്രികളിലും ഇതേ രീതിയാണ്. അമ്മയ്ക്കും കുഞ്ഞിനും ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളും ഈ ശസ്ത്രക്രിയകൾ സൃഷ്ടിക്കുന്നുണ്ടെന്ന് ഡോക്ടർമാർ പറയുന്നു. ഭീമമായ ചെലവും സാധാരണക്കാർക്ക് താങ്ങാനാകുന്നതല്ല. എന്നാൽ ഇത് നിയന്ത്രിക്കാൻ ഒരു നടപടിയും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നതും ശ്രദ്ധേയം. ന്യൂസ് 18 തിരുവനന്തപുരം. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് വീണ്ടും മരണം. 24 മണിക്കൂറിനിടെ 2 പേരാണ് മരിച്ചത്. മലപ്പുറം കാപ്പിൽ സ്വദേശിയായ 52 വയസ്സുകാരിയും 3 മാസം പ്രായമുള്ള കുഞ്ഞുമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച് 1 മാസമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന 3 മാസം പ്രായമുള്ള കുഞ്ഞ് ഇന്നലെ രാത്രിയാണ് മരണത്തിന് കീഴടങ്ങിയത്. പനി ലക്ഷണങ്ങളോടെയാണ് ആദ്യം ആശുപത്രി പ്രവേശിപ്പിച്ചത്. പിന്നീട് നടത്തിയ പരിശോധനയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിക്കുമായിരുന്നു. 3 മാസം മാത്രം പ്രായമുള്ള കുട്ടിക്ക് എവിടെ നിന്നും രോഗം ബാധിച്ചു എന്നത് അങ്ങേയറ്റം ആശങ്ക നൽകുന്ന കാര്യമായിരുന്നു. പൊതു ജലാശയത്തിലോ കുളത്തിലോ ഒന്നും കുട്ടി കുളിച്ചിരുന്നില്ല. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് വീട്ടിലെ കിണറ്റിലെ നിന്നാണ് ഈ രോഗകാരിയായ ബാക്ടീരിയ കുട്ടിക്ക് പകർന്നതെന്ന് മനസ്സിലായി. കുട്ടിയെ കുളിപ്പിച്ച വെള്ളത്തിൽ നിന്നാണ് ഈ രോഗം പകർന്നത്. കുട്ടിയുടെ മാതാപിതാക്കൾക്കടക്കം വീട്ടിലാർക്കും ഈ രോഗം സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല. മലപ്പുറം ജില്ലയിൽ നിന്നും രോഗം സ്ഥിരീകരിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു 52-കാരിയായ യുവതി, 52 വയസ്സുകാരിയായ സ്ത്രീ. ഇവർ കഴിഞ്ഞ മാസം 5-ാം തീയതിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തിയത്. പ്രാഥമിക
പ്രാഥമിക ചികിത്സാ കേന്ദ്രത്തിൽ പ്രവേശിച്ച ഇവരെ ആരോഗ്യനില വഷളായതിനെ തുടർന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് താമരശ്ശേരി സ്വദേശിനിയായ 9 വയസ്സുകാരി മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച് മരിച്ചത്. ഈ കുട്ടി മരിച്ച ശേഷമാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. ഈ കുട്ടിയുടെ സഹോദരനും രോഗം സ്ഥിരീകരിച്ചിരുന്നു. ആ കുട്ടി ഇപ്പോൾ ചികിത്സയിലാണ്. മലപ്പുറം, വയനാട്, കോഴിക്കോട് ജില്ലകളിൽ നിന്നായി ഏതാണ്ട് 10-നടുത്ത് ആളുകളാണ് കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മാത്രം ചികിത്സയ്ക്കെത്തിയത്. വലിയ ജാഗ്രതാ നിർദ്ദേശവും അധികൃതർ നൽകുന്നുണ്ട്. പ്രത്യേകിച്ചും പൊതു ജലാശയങ്ങൾ, കുളങ്ങൾ എന്നിവിടങ്ങളിൽ കുളിക്കുമ്പോൾ ശ്രദ്ധ പാലിക്കണം. ഒപ്പം പൊതു ജലാശയങ്ങൾ ക്ലോറിനേഷൻ നടത്തി ശുചിയാക്കണമെന്ന നിർദ്ദേശം നൽകുന്നു. ഒപ്പം നീന്തൽക്കുളത്തിലും മറ്റും ഇറങ്ങുമ്പോൾ മൂക്കും ചെവിയും അടയ്ക്കുന്നതിനുള്ള പ്രതിരോധ സംവിധാനങ്ങൾ കൈക്കൊള്ളണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. എന്തായാലും അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയ്ക്കെത്തുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നത് വലിയ ആശങ്ക തന്നെ ഉയർത്തുന്നുണ്ട്. ക്രൈസ്തവർക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും പ്രത്യേക അടുപ്പമോ എതിർപ്പോ ഇല്ലെന്ന് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി. നല്ല കാര്യങ്ങൾ ചെയ്താൽ പ്രശംസിക്കാനും അഭിനന്ദിക്കാനും നന്ദി പറയാനും തനിക്ക് മടിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കത്തോലിക്ക കോൺഗ്രസ് തലശ്ശേരി അതിരൂപത സംഘടിപ്പിച്ച നേതൃത്വ ശില്പശാല ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു ജോസഫ് പാംപ്ലാനി. ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിൽ പതാക ഉയർത്തി. അതിരൂപത ചാൻസലർ ഫാദർ ജോസഫ് മുട്ടത്തുകുന്നേൽ, രാജീവ് കൊച്ചുപറമ്പിൽ, ജോസുകുട്ടി ഒഴുകയിൽ, ഫാദർ ജോർജ് കാഞ്ഞിരക്കാട്, ഫാദർ പോൾ വള്ളോപ്പള്ളി, ഫാദർ ജോബി ചെരുവിൽ എന്നിവർ പങ്കെടുത്തു. ജനയുഗത്തിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ ലേഖനം ഇന്ത്യൻ ജനാധിപത്യത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളില്ല എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പട്ടികയിൽ പരിഹരിക്കാൻ നിയമവഴികൾ ഉണ്ടെന്നുമാണ് ലേഖനത്തിൽ പറയുന്നത്. ജനയുഗത്തിന്റെ ഓണപ്പതിപ്പിലാണ് ലേഖനം. ജനാധിപത്യം പ്രതിസന്ധികൾ നേരിടുന്നു എന്ന ബിനോയ് വിശ്വത്തിന്റെ ലേഖനവും ഇതിലുണ്ട്. ബി അശോകിനെ കൃഷിവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കിയതിനെക്കുറിച്ചുള്ള ചോദ്യത്തോട് പ്രതികരിക്കാതെ കൃഷിമന്ത്രി. അശോക് നിയമ നടപടിക്ക് നീങ്ങുകയാണല്ലോ എന്നായിരുന്നു മന്ത്രിയോടുള്ള ചോദ്യം. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിനായി ലീഗ് കണ്ടെത്തിയത് പെർഫെക്റ്റ് ഭൂമിയെന്ന് PK കുഞ്ഞാലിക്കുട്ടി. പറഞ്ഞുണ്ടാക്കുന്നതിനപ്പുറം ഒരു നിയമക്കുരുക്കുമില്ല. ഏറ്റവും സൂപ്പർ ലാൻഡ് ഞങ്ങളുടേതാണ്. തടസ്സപ്പെടുത്താൻ ആര് വിചാരിച്ചാലും കഴിയില്ലെന്നും നിശ്ചിത സമയത്തിനുള്ളിൽ പണി പൂർത്തിയാക്കുമെന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. ഇടവേള. ഇന്ന് തൃക്കേട്ട. പൂഴിമണ്ണിൽ കടൽക്കാറ്റേറ്റ് സൂര്യനെ നോക്കി ചിരിക്കുന്ന സൂര്യകാന്തി തോട്ടം അങ്ങ് തമിഴ്നാട്ടിലൊന്നുമല്ല, തലസ്ഥാനത്തെ തുമ്പയിലാണ്. സെന്റ് സേവിയേഴ്സ് കോളേജ് കോമ്പൗണ്ട് ഗ്രൗണ്ടിൽ നടക്കുന്ന ആരവം പുഷ്പ കാർഷിക മേളയിലാണ് ഈ മനോഹര കാഴ്ച. 6 ഏക്കറിലായി വിരിഞ്ഞു നിൽക്കുന്ന സൂര്യകാന്തി പൂക്കൾ, ഒപ്പം പല നിറത്തിലുള്ള ജമന്തിയും മറ്റു പൂക്കളുമുണ്ട്. ഓണമിങ്ങെത്താറായി. ഓണത്തിന് പൂക്കളമിടാൻ കുറച്ച് പൂക്കൾ വാങ്ങാനും സദ്യവട്ടങ്ങൾക്ക് അല്പം പച്ചക്കറികൾ വാങ്ങാനും ഒപ്പം കുടുംബമൊത്ത് സൂര്യകാന്തി തോട്ടത്തിൽ കുറച്ച് ഫോട്ടോഷൂട്ട് നടത്താനും തിരുവനന്തപുരത്തുകാർക്ക് ഇനി തുമ്പയിലേക്ക് വന്നാൽ മതി. തുമ്പ സെന്റ് സേവിയേഴ്സ് കോളേജിലെ ആരവം പുഷ്പ കാർഷിക മേളയിലെ വിശേഷങ്ങൾ നോക്കാം. നേർത്ത കടൽക്കാറ്റ്, ഇളം സൂര്യപ്രകാശം, വന്നവരൊക്കെയും കണ്ണഞ്ചിപ്പിക്കുന്ന ശോഭയിൽ ഒരു പൂപ്പാടം. കാണുന്നവർക്ക് കണ്ണും മനസ്സും ഒരുപോലെ നിറയും. ഏക്കറിലൊരുക്കിയ പ്രദർശനത്തോട്ടത്തിൽ 30,000 സൂര്യകാന്തി പൂക്കൾ, 20,000-ലധികം ജമന്തി പൂക്കൾ, ചെണ്ടുമല്ലിക പൂക്കളും കൃഷി ചെയ്യുന്നുണ്ട്. ഒരു ഭാഗത്ത് വാടാമല്ലിയും കാണാം. ഇവ കാണാനും ചിത്രങ്ങൾ പകർത്താനും ഒപ്പം ഇവ വിലക്കുറവിൽ ഇവിടെ നിന്ന് വാങ്ങാനുമുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. നാടൻ എന്ന യുവ സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് കോളേജിലെ സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി നടത്തുന്നത്. പുതുതലമുറയിൽ കാർഷിക രംഗത്തേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇവിടെ ഫാം പ്രവർത്തിക്കുന്നത്. 2020 മികച്ച കർഷകനുള്ള ഹരിതമിത്ര അവാർഡ് ജേതാവ് കൂടിയായ സുജിത്തിന്റെ നേതൃത്വത്തിലാണ് കൃഷി. 8 വർഷമായി സുജിത്ത് പൂക്കൃഷി ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രോഗ്രാമിന്റെ പേര് ആരവം 2025 എന്നാണ്. അപ്പം അതിന്റെ മോന്റെ പേര് ആരവം എന്നാണ്. മോന് വേണ്ടിയിട്ടാണ് ഞാൻ കൃഷിയിലേക്ക് ഇറങ്ങിയത്. 2023 സംസ്ഥാന സർക്കാരിന്റെ മികച്ച കർഷകനുള്ള സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടുണ്ട്. പച്ചക്കറി കർഷകനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ ഈ പൂഴിമണി ഇവിടുന്ന് കടലിൽ ഏകദേശം 500 മീറ്ററേ ഉള്ളൂ. അപ്പോൾ നമ്മളിതിൽ ഏകദേശം നല്ല ഓർഗാനിക് മണ്ണിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മേള ഇങ്ങനെ പബ്ലിക്കിന് ഓപ്പണാക്കി കൊടുക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പുതുതലമുറ കൃഷിയുടെ പല കാര്യങ്ങൾ, അപ്പോൾ നമ്മളിപ്പോൾ മെക്കനൈസേഷൻ ഉണ്ട്, ഇറിഗേഷൻ ഉണ്ട്, എല്ലാം നമ്മൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പം കൃഷിക്ക് നല്ലൊരു എന്താ പറയുക ജനങ്ങൾക്കൊരു സ്വീകാര്യം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. കാര്യം നമ്മൾ സാധാരണ കർഷകരെല്ലാം നമ്മൾ പഴയ മുഷിഞ്ഞ ഡ്രസ്സും കാര്യം, അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ നിൽക്കാറുള്ളൂ. അപ്പോൾ ഈ ഒരു ചേഞ്ച് ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ പബ്ലിക്കിനും യങ്സ്റ്റേഴ്സിനും ഷെയർ ചെയ്യാൻ വേണ്ടി ഞങ്ങളൊരു മേള സംഘടിപ്പിച്ചിരിക്കുന്നത്. 2 വ്യത്യസ്തമായ ചോളങ്ങൾ, 5 വെറൈറ്റിയിലുള്ള തണ്ണിമത്തൻ, ഷമാം, തക്കാളി, പച്ചമുളക്, മത്തൻ, കുമ്പളം, പടവലം തുടങ്ങിയ 20ഓളം പച്ചക്കറി കൃഷിയും ഇവിടെ നടക്കുന്നു. ഇവയുടെ വിൽപ്പനയും ഉണ്ട്. ഈ ഓണക്കാലത്ത് റീൽസ് എടുക്കാനും ഫോട്ടോ എടുക്കാനും സ്ഥലം തപ്പി നടക്കുന്നവർക്ക് മികച്ചൊരു ഇടം കൂടിയാണ് ഈ പൂപ്പാടം. ന്യൂസ് 18 തിരുവനന്തപുരം. കാലാവസ്ഥ തെളിച്ചെങ്കിലും അതിജീവനത്തിന്റെ പൂക്കളുമായി ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങി പൂപ്പാടങ്ങൾ. തൊടുപുഴയ്ക്കടുത്ത് ഉടുമ്പന്നൂരിന്റെ പൂത്തോട്ടങ്ങളിൽ നിന്ന് ഓണത്തിനിക്കുറിയും പൂവിളി ഉയരും. കാലം തെറ്റിപ്പെയ്ത മഴയും കടുത്ത വെയിലും വിളവ് കുറച്ചെങ്കിലും തളരാതെ പിടിച്ചു നിൽക്കുകയായിരുന്നു കർഷകർ. കഴിഞ്ഞ വർഷവും ഉടുമ്പന്നൂരിൽ കർഷകർ പൂപ്പാടമൊരുക്കിയിരുന്നു. എന്നാൽ ഇത്തവണ പ്രതികൂല കാലാവസ്ഥ കാരണം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണത്തെ വിളവ് അല്പം കുറഞ്ഞിട്ടുണ്ട്. എന്നാലും കനത്ത മഴയെ അതിജീവിച്ച ചെണ്ടുമല്ലി തൈകളെ പരിപാലിച്ച് വസന്തം വിരിയിച്ചിരിക്കുകയാണ് ഇവിടുത്തെ കർഷകർ. 14,000 തൈകൾ നട്ട് മികച്ച വിളവെടുത്ത് വിൽപ്പന നടത്തിയ കഴിഞ്ഞ വർഷത്തെ അനുഭവത്തിൽ നിന്നാണ് ഇത്തവണ 20,000 തൈകൾ കർഷകർ നട്ടത്. 5 രൂപയുടെ തൈകൾ പഞ്ചായത്തിന്റെ സബ്സിഡിയോടെ കർഷകർക്ക് 1.25 രൂപയ്ക്കാണ് നൽകിയത്. ഹെക്ടർ ഒന്നിന് 16,000 രൂപ നിരക്കിൽ കൂലി, ചെലവിന് സബ്സിഡിയും നൽകി. വിവിധ കൃഷിക്കൂട്ടങ്ങളുടെയും കുടുംബശ്രീ ഗ്രൂപ്പുകളുടെയും നേതൃത്വത്തിൽ 19 ഇടങ്ങളിലാണ് ഇവർ കൃഷി ഇറക്കിയത്. വിവിധ പ്രദേശങ്ങളിൽ നടന്ന വിളവെടുപ്പിന് പഞ്ചായത്ത് പ്രസിഡന്റ് എം ലതീഷ് നേതൃത്വം നൽകി. ഈ വർഷം നമ്മൾ കൃത്യസമയത്ത് തന്നെ കൃഷി ആരംഭിച്ചെങ്കിലും വളരെ പ്രതികൂലമായ കാലാവസ്ഥയായിരുന്നു, അടഞ്ഞ മഴയായിരുന്നു. ആ മഴ കഴിഞ്ഞ് കഠിനമായ വെയിൽ 3-4 ദിവസം ഉണ്ടായി. ഇപ്പോൾ കുറേ ചെടികൾ ചീഞ്ഞു പോവുകയും ബാക്കിയുള്ള കുറേ എണ്ണം കരിഞ്ഞു പോകുന്ന സ്ഥിതിവിശേഷം എല്ലാം ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ഇവിടെ ഈ പാടത്ത് നമ്മൾ പരിപാലിച്ച കുറേയേറെ ചെടികളിൽ മികച്ച നല്ല പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി സബ്സിഡി നിരക്കിലാണ് ഹെക്ടറിന് 16,500 രൂപ സബ്സിഡി കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഈ പൂക്കൃഷി ആരംഭിച്ചത്. തൈ ഒന്നിന് 5 രൂപ വിലയുള്ള തൈക്ക് കർഷകരിൽ നിന്ന് 1.5 രൂപ മാത്രം ഈടാക്കിക്കൊണ്ട് അവിടെ സബ്സിഡി കൊടുത്ത് നമ്മൾ തൈകൾ വാങ്ങി നൽകുകയായിരുന്നു. അങ്ങനെ നമ്മുടെ പഞ്ചായത്ത് ഒരു കാർഷിക ഗ്രാമം എന്നുള്ള നിലയിലും ഒരു പുഷ്പഗ്രാമമായും കൂടി ഉടുമ്പന്നൂരിനെ മാറ്റുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഈ പ്രവർത്തനം ആരംഭിച്ചത്. 1000 കിലോയോളം പൂക്കളാണ് കഴിഞ്ഞ തവണ ഉടുമ്പന്നൂരിൽ വിൽപ്പന നടത്തിയത്. പക്ഷേ ഇത്തവണ കാലം തെറ്റിപ്പെയ്ത കനത്ത മഴയും പിന്നീടുണ്ടായ ചൂടും വില്ലനായി. വിളവ് പകുതിയോളം കുറഞ്ഞു. എങ്കിലും നിരാശരാകാതെ പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും പിന്തുണയോടെ ശേഷിച്ച പൂപ്പാടങ്ങളിൽ വിളവെടുത്തു തുടങ്ങി. 1 കിലോ പൂവിന് 200 രൂപയ്ക്കാണ് ഇവരുടെ വിൽപ്പന. ന്യൂസ് 18 ഇടുക്കി. ഓണത്തിന് വിഷരഹിത പച്ചക്കറികളും പൂക്കളം കൃഷി ചെയ്ത് നെയ്യാറ്റിൻകര സ്വദേശിനി വെള്ളനട സ്വദേശിനി ശ്രീകലയാണ് ഓണക്കാലത്തെ വരവേൽക്കാൻ പച്ചക്കറികളും പൂക്കളും കൃഷി ചെയ്തത്. ഉപയോഗിക്കാതെ കിടന്ന 1 ഏക്കറിലധികം ഭൂമി കൃഷിയോഗ്യമാക്കിയാണ് കൃഷി ഇറക്കിയത്. ഓണത്തിന് വിഷരഹിത പച്ചക്കറികളും പൂക്കളും ഒരുക്കണമെന്ന നിശ്ചയദാർഢ്യമായിരുന്നു പ്രേരണ. പഞ്ചായത്തിലെ മികച്ച കർഷക എന്ന അംഗീകാരം ഉൾപ്പെടെ ലഭിച്ച ശ്രീകലയുടെ കൃഷിയിടത്തിൽ മഞ്ഞ, ഓറഞ്ച് നിറങ്ങളിലെ ബന്ദിപ്പൂക്കളും തലയെടുപ്പോടെ നിൽക്കുന്നു. 1300-ലധികം ബന്ദിത്തൈകളാണ് ഇത്തവണ നട്ടത്. പഞ്ചായത്തിലെ കള്ളിമൂട് വാർഡംഗം കൂതാളി ഷാജിയുടെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സേവനവും ഇവർക്ക് കിട്ടി. അത്തം തുടങ്ങിയപ്പോൾ തന്നെ പ്രദേശത്തെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളും പ്രാദേശിക ക്ലബ്ബുകളിലെ അംഗങ്ങളും പൂ വാങ്ങാനെത്തുന്നുണ്ട്. തോവാളയിലും കാഞ്ഞിരംകുളത്തെ കൊച്ചു തോവാളയിലും ലഭിക്കുന്നതിലും കുറഞ്ഞ നിരക്കിൽ ശ്രീകലയ്ക്ക് പൂ നൽകാൻ കഴിയുന്നുണ്ട്. ഓണസദ്യയ്ക്ക് വിഷരഹിത പച്ചക്കറികൾ എന്ന ആശയത്തിലാണ് പച്ചക്കറി കൃഷി ചെയ്തത്. വെണ്ട, കത്തിരി, തക്കാളി, വഴുതിന, പച്ചമുളക് തുടങ്ങിയവയും സമൃദ്ധമായി വിളഞ്ഞു നിൽപ്പുണ്ട്. കൃഷിഭവന്റെ കൂടെ സഹായത്തോടുകൂടെ ഇത് ജൈവ പച്ചക്കറി ആയതുകൊണ്ട് അനേകം ആവശ്യക്കാരുണ്ട്. വില പോലും ആരും അന്വേഷിക്കാതെയാണ് ഞങ്ങളുടെ ഈ പച്ചക്കറി വാങ്ങുന്നതിന് ആൾക്കാർ വരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഇവിടെയുള്ള കുഞ്ഞുങ്ങൾക്ക് മറ്റുള്ളവർക്കും അത്തപ്പൂക്കളത്തിനുള്ള പൂക്കളും കൂടെ ഇവിടെ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. കൃഷിഭവന്റെയൊക്കെ നല്ല സപ്പോർട്ടുണ്ട്. വേപ്പം പിണ്ണാക്ക്, ഗോമൂത്രം, ഉണക്കച്ചാണകം, പച്ചക്കറി കമ്പോസ്റ്റ് തുടങ്ങിയവ ഉപയോഗിച്ചാണ് കൃഷി. പച്ചക്കറികളും പൂവും ഇടകലർത്തിയുള്ള കൃഷിയായതിനാൽ കീടങ്ങളുടെ ശല്യവും കുറഞ്ഞു. ഇത്തരത്തിൽ സമ്മിശ്ര കൃഷി ചെയ്താൽ നേട്ടമുണ്ടാക്കുമെന്ന് ശ്രീകല പറയുന്നു. ഓണത്തിനു ശേഷം കൃഷിഭവന്റെ സഹായത്തോടെ സൂര്യകാന്തി കൃഷി ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് ഈ വീട്ടമ്മ. ന്യൂസ് 18 തിരുവനന്തപുരം.
പൂക്കളം ഒരുക്കാൻ കുട്ടിക്കൂട്ടുകാർക്ക് ഇനി നേരെ സ്കൂളിലേക്ക് വിട്ടാൽ മതി. ഒരേക്കർ സ്ഥലത്ത് ചെണ്ടുമല്ലിത്തോട്ടം ഒരുക്കി മലപ്പുറത്തെ ചാലിയാറിലെ ഇടിവണ്ണ GLP സ്കൂൾ വളപ്പിലാണ് ഓറഞ്ച് മഞ്ഞ കളറുകളിൽ ചെണ്ടുമല്ലികൾ വിളഞ്ഞു നിൽക്കുന്നത്. 100 മേനി വിളവുമായി ചാലിയാറിന്റെ ഇത്തവണത്തെ ഓണപ്പൂക്കളങ്ങൾക്ക് ഈ ചെണ്ടുമല്ലികൾ നിറമേകും. ചെണ്ടുമല്ലിപ്പൂക്കളുടെ സ്വർഗ്ഗപ്പൂന്തോപ്പാണ് ചാലിയാർ പഞ്ചായത്തിലെ ഇടിവണ്ണ ഗവൺമെന്റ് LP സ്കൂൾ വളപ്പിൽ തയ്യാറായിട്ടുള്ളത്. മഞ്ഞ, ഓറഞ്ച് നിറങ്ങളിലായി 2 ഇനം ചെണ്ടുമല്ലികൾ സ്കൂൾ വളപ്പിലെ ഒരേക്കർ പൂന്തോട്ടത്തിൽ വിളഞ്ഞു നിൽക്കുന്നു. ഇത്തവണ ഓണപ്പൂക്കളങ്ങൾക്ക് മറുനാടൻ പൂക്കൾ വേണ്ടെന്ന ആശയത്തിൽ നിന്നാണ് സ്കൂളിന്റെ ഒരേക്കർ സ്ഥലത്ത് ചെണ്ടുമല്ലി കൃഷി നടത്താനുള്ള തീരുമാനമുണ്ടായത്. ചാലിയാർ കുടുംബശ്രീയിലെ മുല്ല JLP ഗ്രൂപ്പ് സ്കൂൾ അധികൃതരുടെ സ്വപ്നങ്ങൾക്ക് നിറം പകർന്ന് കൂടെ നിന്നപ്പോൾ പിറന്നത് അതിമനോഹര പൂന്തോട്ടവും. ഇവർക്കൊപ്പം ചാലിയാർ കൃഷി ഓഫീസറുടെ നേതൃത്വത്തിൽ കൃഷിവകുപ്പ് ജീവനക്കാരും പങ്കാളികളായി. ചാലിയാർ കൃഷിഭവന്റെ നിരന്തരമായ മോണിറ്ററിംഗിലൂടെ നമ്മൾ ഇവർക്ക് ആവശ്യമായിട്ടുള്ള വളങ്ങളും കീടനാശിനികളും ഒക്കെ സപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതിനു വേണ്ടിയിട്ടുള്ള സബ്സിഡി സഹായങ്ങൾ വാങ്ങാനുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കുന്നതാണ്. ജൂൺ 23-നാണ് ചെണ്ടുമല്ലിയുടെ വിത്ത് പാകിയത്. വിത്തിട്ട് 60 ദിവസത്തെ വളർച്ചയ്ക്ക് ശേഷം പൂക്കൾ വിളവെടുപ്പിനൊരുങ്ങി. ഇന്ന് 100 മേനി വിളവുമായി ചെണ്ടുമല്ലിപ്പൂക്കളാൽ നിറഞ്ഞിരിക്കുകയാണ് സ്കൂൾ വളപ്പ്. മഞ്ഞ, ഓറഞ്ച് നിറങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്ന ചെണ്ടുമല്ലിത്തോട്ടം കാണാൻ നിരവധി ആളുകളും എത്തുന്നുണ്ട്. ആവശ്യക്കാർക്ക് കുടുംബശ്രീ അംഗങ്ങൾ തന്നെ പൂക്കൾ എത്തിച്ചു നൽകും. മഞ്ഞ ചെണ്ടുമല്ലി കിലോയ്ക്ക് 180 രൂപയും റോസ് ചെണ്ടുമല്ലിക്ക് 160 രൂപയുമാണ് വില. ഇപ്പൊ ഈ ഓണക്കാലം കൂടി ആകുമ്പോൾ ഇതിന് നല്ലൊരു വിപണി കണ്ടെത്താൻ നമുക്ക് സാധിക്കും. അപ്പോൾ സ്കൂളിനായാലും കുടുംബശ്രീക്കായാലും ഒരു വരുമാനം നൽകാനും കിട്ടാനും, അതേപോലെ പിന്നെ നമ്മുടെ പഞ്ചായത്തിൽ ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെയൊരു മല്ലിക ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഇതിന് പുറകിൽ നിന്നുകൊണ്ട് എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. അത്തനാളിൽ നടന്ന വിളവെടുപ്പ് ഉത്സവത്തിൽ പൂക്കൾ പറിച്ചെടുത്ത് ഗ്രാമപഞ്ചായത്ത് അംഗം, കുട്ടികളും അധ്യാപകരും കൃഷിവകുപ്പ് ജീവനക്കാരും കുടുംബശ്രീ അംഗങ്ങളും PTA, MTA അംഗങ്ങളുമെല്ലാം വിളവെടുപ്പിൽ പങ്കാളികളായി. വിളവെടുപ്പ് ഉത്സവം ചാലിയാർ കൃഷി ഓഫീസർ KT ഷബ്ന യാസ്മിൻ ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് 18 തിരൂർ. നീന്തലിനെ സ്നേഹിക്കുന്നവരുടെ കൂട്ടായ്മയിൽ വിപുലമായ ഓണാഘോഷം. വളാഞ്ചേരി കറ്റടിക്കുളം സ്വിമ്മിംഗ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. തൃക്കാക്കരയപ്പനും മാവേലിയും പൂക്കളവുമെല്ലാം ഒന്നിച്ച് ചടങ്ങ് വർണ്ണാഭമാക്കി. വളാഞ്ചേരിയിൽ നീന്തലിനെ സ്നേഹിക്കുന്നവരുടെ കൂട്ടായ്മയായ കറ്റട്ടിക്കുളം സ്വിമ്മിംഗ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വിപുലമായ ഓണാഘോഷവും സൗഹൃദ വിരുന്നും സംഘടിപ്പിച്ചു. പൂക്കളവും ഓണപ്പാട്ടും മാവേലിയും ഓണത്തപ്പനും തൃക്കാക്കരയപ്പനുമൊക്കെയായി ആഘോഷം വർണ്ണാഭമായി. വളാഞ്ചേരി നഗരസഭാധ്യക്ഷനും സ്വിമ്മിംഗ് ക്ലബ് അംഗവുമായ അഷ്റഫ് അമ്പലത്തിങ്ങൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ബഷീർ രണ്ടത്താണി മുഖ്യാതിഥിയായി. CCTV സ്വിച്ച് ഓൺ കർമ്മവും തടയണയുടെ ഉദ്ഘാടനവും ഓണാഘോഷത്തിനിടെ നടന്നു. തുടർന്ന് സൗഹൃദ വിരുന്നോടെയാണ് പരിപാടി അവസാനിച്ചത്. കറ്റട്ടിക്കുളം പ്രദേശം മൊത്തം അലങ്കരിച്ചും ആകമൊത്തം വളരെ ഭംഗിയായിട്ടാണ് നടന്നത്. ഓണാഘോഷത്തിൻ്റെ പ്രത്യേകത നമുക്ക് ചീഫ് ഗസ്റ്റായിട്ട് ജില്ലാ പഞ്ചായത്ത് അംഗം ബഷീർ രണ്ടത്താണിയെ കിട്ടിയിരുന്നു. ഒരുപാട് സഹൃദരായിട്ടുള്ള ആളുകൾ, ഡോക്ടർ മുഹമ്മദ് അലി, അതുപോലെ തന്നെ ഡോക്ടർ ദീപു ജേക്കബ്, പിന്നെ സദാനന്ദൻ കോട്ടീരി കൗൺസിലർ, അങ്ങനെ നിരവധി പേര്, VPM മുഹമ്മദ് സാലി, ഒരുപാട് പേര് ഇതിൽ പങ്കെടുത്തിരുന്നു. എന്തായാലും ഒരു സൗഹൃദ കൂട്ടായ്മ, ജാതിമത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായ ഒരു വലിയ കൂട്ടായ്മയായിട്ട് ഈ കറ്റട്ടിക്കുളം സ്വിമ്മിംഗ് ക്ലബ്ബ് വളർന്നു എന്നുള്ളതിൽ അതിയായ സന്തോഷമുണ്ട്. വളാഞ്ചേരി കറ്റട്ടിക്കുളം കേന്ദ്രീകരിച്ച് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് നീന്തലിനെ സ്നേഹിക്കുന്നവരുടെ കൂട്ടായ്മയാണ് കറ്റട്ടിക്കുളം സ്വിമ്മിംഗ് ക്ലബ്ബ്. എല്ലാ ദിവസവും കൂട്ടായ്മ ഒത്തുകൂടാറുണ്ട്. സമയാസമയങ്ങളിൽ കറ്റട്ടിക്കുളം ശുചീകരിച്ചും വിവിധ സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിച്ചും ഇവർ സാമൂഹ്യ മേഖലയിൽ സജീവമാണ്. ന്യൂസ് 18 തിരൂർ. തിരുവനന്തപുരം ബാലരാമപുരത്ത് വിദേശ മദ്യവേട്ട. ബാലരാമപുരം ഇടവയിൽ സാബുവിന്റെ വീട്ടിൽ നിന്ന് 105 കുപ്പി വിദേശ മദ്യം പിടിച്ചു. ഓണവിപണി ലക്ഷ്യമിട്ട് സൂക്ഷിച്ചിടുന്ന മദ്യമാണ് പിടികൂടിയത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. തിരുവനന്തപുരം പുത്തൻതോപ്പിൽ കടലിൽ കാണാതായ 2 വിദ്യാർത്ഥികൾ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി. അഭിജിത്തിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. രാവിലെ പുത്തൻതോപ്പ് കടലിൽ മത്സ്യബന്ധന വലയിൽ അഭിജിത്തിന്റെ മൃതദേഹം കുരുങ്ങുകയായിരുന്നു. മരിനാട് എത്തിച്ച മൃതദേഹം ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. ആലപ്പുഴയിൽ ആനയുടെ കുത്തേറ്റ പാപ്പാൻ മരിച്ചു. ഇടപ്പോൺ പറ്റൂർ മംഗലപ്പള്ളിയിൽ മുരളീധരനാണ് മരിച്ചത്. ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഹരിപ്പാട് സ്കന്ദനാണ് പാപ്പാനെ ആക്രമിച്ചത്. മതപ്പാടിലായിരുന്ന ഹരിപ്പാട് സ്കന്ദനെ തളയ്ക്കാൻ എത്തിയതായിരുന്നു മുരളീധരൻ. മാവേലിക്കര കണ്ടിയൂർ ക്ഷേത്രത്തിലെ ആനയുടെ പാപ്പാനാണ് മുരളീധരൻ.
ആലുവ ഭാരതമാതാ സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസിൽ NCC ക്യാമ്പ് സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികൾക്ക് ആയുധ പരിശീലനവും ഫയറിംഗ് ക്ലാസുകളും ഉൾപ്പെടെയാണ് ക്യാമ്പിന്റെ ഭാഗമായി നടക്കുന്നത്. കോളേജ് ഡയറക്ടർ ഫാദർ ജോഷി പുതുവ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കമാൻഡന്റ് കേണൽ വിക്രാന്ത് അധികാരി ആമുഖ പ്രഭാഷണം നടത്തി. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. പ്രൈം ഡിബേറ്റുമായി മഞ്ജുഷ് ഗോപാൽ ചേരും.